എവിടെ പോകാനായിട്ടാണെങ്കിലും ആദ്യം ഇറങ്ങണത് അനീഷണ്ണനായിരിക്കും. പക്ഷേ വീണ്ടും രണ്ടാമത് കയറുന്നതും അനീഷണ്ണനായിരിക്കും. എന്തെങ്കിലും ഒരു സാധനം മറന്നു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ അവസാനം കുട്ടി തന്നെ ഇറങ്ങേണ്ടി വരും. നമ്മൾ സംഭവം രാവിലെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു 3 പേരും കൂടി. ആ വേഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യക്കുട്ടനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് പിന്നെ നമ്മളൊരു പർച്ചേസിങ്ങിന് ഇറങ്ങിയത്. നാളെ ആറ്റുകാൽ പൊങ്കാലയല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള കലങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് ഇറങ്ങിയത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആറ്റുകാൽ പൊങ്കാല ഇടുന്നത് കേട്ടോ. എനിക്ക് അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്താവും ഏതാവും. എൻ്റെ ഫസ്റ്റ് പൊങ്കാലയാണോയെന്ന് ചോദിച്ചാൽ അല്ല. അതായത് ആറ്റുകാലിൽ ഫസ്റ്റും പൊങ്കാലയായിട്ടിടുന്നത് രണ്ടാമതുമാണ്. ഒരിക്കൽ ഞാൻ അനീഷണ്ണൻ്റെ അമ്പലത്തിൽ, അഴൂർ അമ്പലത്തിൽ ഞാൻ പൊങ്കാല ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആറ്റുകാൽ അമ്പലത്തിൽ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ 13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റാണ് ഈ പൊങ്കാല ഇടുന്നത്. അപ്പം അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല. അമ്മ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. പക്ഷേ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് വേറൊരാൾക്കാണ്. ആ ആളുടെ പേര് ഞാൻ നാളെ പറയാം. സംഭവം ഞാൻ ആറ്റുകാൽ പോയല്ല പൊങ്കാല ഇടുന്നത്. ആരോഗ്യസ്ഥിതി മോശമായത് കൊണ്ടിട്ട് അങ്ങ് പോയി വരാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ഞാനും അമ്മയും കൂടി വീട്ടിലാണ് പൊങ്കാല ഇടുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നാളെ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മൺകലമൊക്കെ വാങ്ങി അടുത്തുള്ള വേറൊരു പാത്രക്കടയിലോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 1-2 പാത്രങ്ങളും സംഭവങ്ങളും കൂടിയൊക്കെ പൊങ്കാലയ്ക്ക് വേണ്ടി എടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ കയറിയപ്പോഴത്തേക്ക് അവിടുത്തെ അമ്മ അത്യാവശ്യം കുറേ പാത്രങ്ങളൊക്കെ കാണിച്ച് കണ്ടപ്പോൾ എല്ലാം ഒരുപോലെയും എല്ലാത്തിനും ഭംഗിയുള്ളത് പോലെയൊക്കെ എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ചാൽ ഈ പാത്രമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പെണ്ണ് എന്ന സ്ഥിതിക്ക് എന്ത് പാത്രം കണ്ടാലും ഇങ്ങനെ എടുക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇപ്പോൾ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ വീട് വയ്ക്കുന്ന ടൈം ആകുമ്പോൾ, വീടിൻ്റെ പണി പൂർത്തിയായി കയറുന്ന ടൈം ആകുമ്പോൾ അത്യാവശ്യം എടുക്കാമല്ലോ എന്ന് വെച്ച് ഒതുങ്ങിയിരുന്നു. അങ്ങനെ ആ സമയത്താണ് അവിടെ നമ്മൾ തവി നോക്കി നിന്നപ്പോൾ ചിരട്ടത്തവി ഇരിക്കുന്നത് കണ്ടത്. ചിരട്ടത്തവി എൻ്റെ ആദ്യക്കൂട്ടം കണ്ടിട്ടില്ല. അപ്പോൾ അനീഷണ്ണൻ പറഞ്ഞു നമുക്ക് ചിരട്ടത്തവി തന്നെ എടുക്കാം, അവനെയും കൂടി ഒന്ന് കാണിക്കാമെന്ന്. നമ്മൾ നേരത്തെ, ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, അനീഷൻ്റെ വീട്ടിൽ മുമ്പുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ പാത്രങ്ങളൊക്കെ വാങ്ങി ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിൽ പോകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. പക്ഷേ നമ്മൾ വീട്ടിൽ കയറിയില്ല. വീണ്ടും 1-2 സാധനങ്ങൾ വാങ്ങാനായിട്ടുള്ളത് കൊണ്ടിട്ട് നമ്മുടെ വീടിനടുത്തുള്ള മറ്റൊരു കടയിൽ കയറി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.